Good evening, all. Today we are discussing about PAN card and its importance. വെൽക്കം ടു എസ് ടി ചാനൽ. എല്ലാവർക്കും എസ് ടി ചാനലിലേക്ക് സ്വാഗതം. പാൻ കാർഡ് ഇല്ലെങ്കിൽ എന്താകും പ്രശ്നം എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പാൻ കാർഡ് ഇല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ സാധിക്കുകയില്ല, ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യാൻ സാധിക്കുകയില്ല, അതോടൊപ്പം വലിയ പണമിടപാടുകളിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ പാൻ കാർഡ് എടുക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വലുതാണ്. പിന്നീട് അത് ചേഞ്ച് ചെയ്യുക എന്നത് വളരെ വിഷമകരമാണ്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ പാൻ കാർഡ് ഉണ്ടോ? അതുപോലെ തന്നെ നിങ്ങളുടെ പാൻ കാർഡിൽ ചേഞ്ചസ് വരുത്തേണ്ടതുണ്ടോ എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും കാണണം. ഇതിൻ്റെ അവസാനം നമ്മൾ പാൻ കാർഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അതായത് ടിപ്സ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. 2 ഏജൻസികൾ വഴിയാണ് നമ്മൾ പാൻ കാർഡ് പുതിയതായി എടുക്കുവാൻ ഉള്ള അപേക്ഷ സമർപ്പിക്കുന്നത്. ഒന്ന് NSDL, 2 UTCIL. അതുപോലെ തന്നെ നമ്മൾ ഇൻകം ടാക്സ് സൈറ്റിൽ നിന്ന് നമുക്ക് ഇൻസ്റ്റന്റ് പാൻ കാർഡുമായി എടുക്കാവുന്നതാണ്. അപ്പോൾ മെയിനായി നമ്മൾ പുതിയ പാൻ കാർഡ് എടുക്കുമ്പോൾ NSDL വഴിയും UTCL വഴിയും എടുക്കുവാൻ ശ്രദ്ധിക്കണം. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ NSDL UTCL സൈറ്റ് വഴി നമ്മൾ പുതിയ പാൻ കാർഡ് എടുക്കുമ്പോൾ അതിൽ നമുക്ക് കൃത്യമായ നമ്മുടെ ഫോട്ടോ, നമ്മുടെ ഈ പറഞ്ഞ അഡ്രസ്സ്, ഫാദർ നെയിം, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനായ പുതിയ പാൻ കാർഡാണ് നമുക്ക് ലഭിക്കുക. ഇൻ കേസ് നമ്മൾ എളുപ്പത്തിന് വേണ്ടി ചില ആളുകൾ നമ്മുടെ ഇൻകം ടാക്സ് സൈറ്റ് വഴി ഇൻസ്റ്റന്റ് പാൻ ഓപ്ഷൻ ഉണ്ട്. ഈ ഇൻസ്റ്റന്റ് പാൻ ഓപ്ഷൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ എളുപ്പത്തിൽ പാൻ കാർഡ് കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പാൻ കാർഡ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. നിങ്ങളുടെ ആധാറിലുള്ള വിവരങ്ങളാണ് ഇൻസ്റ്റന്റ് പാൻ കാർഡിൽ അപ്ഡേറ്റ് ആകുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പാൻ കാർഡിൽ ഫാദർ നെയിം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആധാർ കാർഡിലെ ഈ ചില കേസുകളിൽ ഫാദർ നെയിം കാണുകയില്ല. അപ്പോൾ അത് നമ്മുടെ പാൻ കാർഡിൽ വരികയില്ല. അതോടൊപ്പം തന്നെ ആധാറിലുള്ള പഴയ ഫോട്ടോ തന്നെയായിരിക്കും നിങ്ങൾ ഇൻസ്റ്റന്റ് പാൻ കാർഡ് എടുക്കുമ്പോൾ അതിൽ വരുന്നത്. ചില ബാങ്കുകളിൽ ഈ കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ പുതിയ പാൻ കാർഡ് അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ആദ്യം പുതിയ പാൻ കാർഡ് എടുക്കുന്ന പേയ്മെൻറ്റ് തന്നെ നിങ്ങൾക്ക് സർവീസ് ചാർജായിട്ട് കൊടുക്കേണ്ടി വരും. അത് നിങ്ങൾക്കൊരു നഷ്ടവുമാണ്. അതോടൊപ്പം തന്നെ പിന്നീട് നമുക്ക് പുതിയ പാൻ കാർഡ് കിട്ടുവാൻ കാലതാമസം എടുക്കുകയും ചെയ്യും. അപ്പം അതുമൂലം നിങ്ങൾക്ക് കൃത്യസമയത്ത് പാൻ കാർഡ് കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് അത് കൊടുക്കുവാൻ സാധിക്കുകയില്ല. അതുപോലെ പുതിയ പാൻ കാർഡ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഏത് സെൻറ്ററിൽ കൂടെ എങ്ങനെ എടുക്കാം? അതിനായി നിങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകൃതമായ കോമൺ സർവീസ് സെൻറ്റർ വഴി നിങ്ങൾക്ക് പുതിയ പാൻ കാർഡിനുള്ള അപേക്ഷ കൊടുക്കാം. അവിടെ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെൻ്റ് വിവരങ്ങൾ കൃത്യമായും സുരക്ഷിതമായും അവരത് കീപ്പ് ചെയ്യുകയും അതോടൊപ്പം തന്നെ പുതിയ പാൻ കാർഡിനുള്ള അപേക്ഷ നിങ്ങൾക്ക് സമർപ്പിച്ചതിന് ശേഷം ഉള്ള അക്നോളജ്മെൻറ്റ് അവർ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. അപ്പോൾ ഈ അക്നോളജ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ദിവസം കഴിഞ്ഞാലും നിങ്ങൾക്ക് വേറൊരു സെൻറ്ററിൽ പോയാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയമേയോ ഇത് ചെക്ക് ചെയ്യാനും സാധിക്കും. അതല്ല നിങ്ങൾ സ്വന്തമായി പാൻ കാർഡ് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ UTCL സൈറ്റിലോ NSDL സൈറ്റിലോ കയറി അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ പാൻ കാർഡ് അപേക്ഷിക്കുമ്പം കഴിവതും കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു സെൻറ്ററിൽ തന്നെ പോയി നിങ്ങൾ ചെയ്യുന്നതാണ് ഉത്തമം. കാര്യമെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ തന്നെ കിടങ്ങനൂരുള്ള CSC സെൻറ്ററിലാണെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 10,000 പാൻ ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ആണെങ്കിൽ തന്നെ നമ്മൾ ഒരു കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടല്ല ചെയ്യുന്നത്, നമ്മൾ ചെയ്ത ഒരു കാഴ്ചപ്പാടിലാണ് നിങ്ങളോട് പറയുന്നത്. അപ്പം ഇത് നമുക്കുള്ള എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പം പുതിയതായി നമ്മളൊരു പാൻ ആപ്ലിക്കേഷൻ നമ്മൾ സ്വന്തമായി ചെയ്യുമ്പോൾ പല തെറ്റുകളും വരാൻ ചാൻസ് ഉണ്ട്. തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫോം എ നിങ്ങൾ മെമ്പറെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുക തുടങ്ങി അനവധി പ്രൊസീജിയറാണ്.
ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും തെറ്റുപറ്റി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ പുതിയ കാർഡ് എടുക്കുമ്പോൾ എപ്പോഴും അത് കൃത്യമായി ചെയ്യുന്ന ഏതെങ്കിലും സെൻറ്റർ എവിടെയുണ്ട് എന്ന് നോക്കി കണ്ടുപിടിച്ച് അവിടെ തന്നെ പോയി അപേക്ഷ കൊടുക്കുവാൻ ശ്രമിക്കുക. കഴിഞ്ഞ ദിവസം നമ്മുടെ സെൻറ്ററിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു ബാങ്കിൻ്റെ ഒരു പാൻ കാർഡ് നഷ്ടപ്പെട്ടു പോവുകയുണ്ടായി. അത് ഈ പറഞ്ഞ പോലെ പല സെൻറ്ററുകളിലും അതിൻ്റെ മേലധികാരികൾ പോവുകയും അതിൻ്റെ അപേക്ഷ കൊടുക്കുകയും ചെയ്തു. എന്നാൽ അവർ ഈ പറഞ്ഞ അക്നോളജ്മെൻറ്റ് കൊടുക്കാതെ അവർ പൈസ മേടിച്ച് വിടുകയാണ് ഉണ്ടായത്. അപ്പോൾ അവർ നമ്മുടെ സെൻറ്ററിൽ സമീപിക്കുകയും തുടർന്ന് നമ്മൾ ആ പാൻ കാർഡിൻ്റെ അപേക്ഷ നമ്മൾ ഇനിഷ്യേറ്റീവ് ചെയ്ത് കൊടുക്കുകയും ആ പാൻ കാർഡ് 4 ദിവസം കൊണ്ട് അവരുടെ മെയിലിൽ വരികയും ആ കസ്റ്റമർ ഹാപ്പി ആയിട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് സെൻറ്ററിൽ നമ്മൾ ചെയ്താലും അക്നോളജ്മെൻറ്റ് വാങ്ങി നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വളരെ പ്രധാനമായ ഒരു കാര്യമാണ് പാൻ കാർഡും ആധാറും തമ്മിൽ ലിങ്ക് ചെയ്യേണ്ട ആവശ്യകത. ഇതുവരെയും നിങ്ങൾ പാൻ കാർഡും ആധാറും ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ ഒരു വിപത്താണ്. കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പെനാൽറ്റി ആയി 1000 രൂപയാണ് ഇത് ലിങ്ക് ചെയ്യാത്ത കസ്റ്റമറുടെ കയ്യിൽ നിന്നും ഈടാക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ലിങ്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഈ പറഞ്ഞ ആധാറും പാൻ കാർഡും കൊണ്ടുവന്ന് അടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററിലോ അക്ഷയ സെൻറ്ററിലോ പോയി നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് വെരിഫൈ ചെയ്തിട്ടുണ്ടാകും. ഇൻ കേസ് നിങ്ങളിത് ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ ഇനിയും സമയം കളയാതെ പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞതുപോലെ അതും ലിങ്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കൃത്യമായുള്ള കോഡുകളിൽ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ അറിയാവുന്ന സെൻറ്ററുകളിൽ കൂടി മാത്രമേ ഇത് ലിങ്ക് ചെയ്യാവൂ. അല്ലാത്ത പക്ഷം നിങ്ങളുടെ 1000 രൂപ നഷ്ടമായി കഴിഞ്ഞാൽ പിന്നീടും പുതുതായി 1000 രൂപ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ സെൻറ്ററിലൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻ, ഏകദേശം ഒരു 1000-1500 ആപ്ലിക്കേഷന് മുകളിൽ ഈ പറഞ്ഞ ഫൈന് അടച്ച് അവർക്ക് ലിങ്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായി പാൻ കാർഡ് ഇപ്പം നമുക്ക് അറിയാം QR കോഡ് വെച്ചിട്ടുള്ള പാൻ കാർഡ് അത് എടുക്കണമെന്ന് പറഞ്ഞ് വാട്സപ്പ് മീഡിയകളിലും മറ്റും വ്യാപക പ്രചരണം നമ്മൾ കാണുന്നുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ പാൻ കാർഡ് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ പുതിയ വെർഷനിലേക്ക് പോയാൽ മതി. അല്ലാത്ത ആളുകൾ ആ പഴയ കാർഡ് വെച്ച് തന്നെ നമ്മുടെ ട്രാൻസാക്ഷനും കാര്യങ്ങളും എല്ലാം നടത്താവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ വിലയേറിയ കമൻറ്റുകൾ, നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, നിങ്ങൾ ഇതിൽ രേഖപ്പെടുത്തുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ബൈ, ടേക്ക് കെയർ.